എടി പാറു, നാളെ അല്ലേ കൊച്ചിന്റെ ബർത്ത്ഡേ? അതെ. കൊച്ചിന്റെ ബർത്ത്ഡേ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേടി. കേക്ക് മുറിക്കലും ആഘോഷങ്ങളൊക്കെ രാത്രിയിലാണ്. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ വരാൻ പറഞ്ഞു. ചെറുക്കനെ 5 വയസ്സായി. ഇപ്പൊ എന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായില്ലേ? സസ്പെൻഷൻ ഒന്ന് പിൻവലിക്കട്ടെ, എന്നിട്ട് മതി ആഘോഷങ്ങളൊക്കെ. അതെല്ലാം ഞാൻ കാണേണ്ടവരെ കണ്ടടേ. നീ നോക്കിക്കോ, അടുത്ത മാസം ഞാൻ സർവീസിൽ കയറും. ചേട്ടൻ അച്ഛനോടും അനുജനോടും കൂടി ഒന്ന് പറയാറുന്നില്ലേ? അവർക്കൊരു സന്തോഷമായനല്ലോ. ഓ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതൊക്കെ പിന്നെ തലവേദനയാവൂടി. പിന്നെ ചോദ്യങ്ങളായി, ഉത്തരങ്ങളായി, വിശദീകരണങ്ങളായി. ആവശ്യമില്ലാതെ കുറിച്ചിട്ട് തല വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആരോ വന്നു. ആ അച്ഛനാ? ബാ ചക്കറി. മാറോ കൊച്ചെന്തിയെ? അവൻ എണീറ്റില്ലച്ചാ. ഇത് കൊച്ചിന് കൊടുത്തേര്. ശരി. അച്ഛന്റെ അസുഖത്തിനൊക്കെ കുറവുണ്ടോ? അതും കൂടി പറയാനാ വന്നത്. ഉള്ളതെല്ലാം കിള്ളിപ്പെറുക്കി 2 പേർക്കും തന്നില്ലേ? അച്ഛൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. സജീവൻ എന്തിയേ? അവൻ വിളിച്ചിട്ട് കുറച്ച് ദിവസം ആയല്ലോ. അവൻ്റെ അസുഖമൊക്കെ മാറിയോ? അവൻ ജോലിക്ക് പോകാനൊക്കെ തുടങ്ങിയോ? ഇപ്പോഴത്തെ പനി വന്നാൽ 1 മാസമാ കണക്ക്. അവൻ ഇന്നലെയാ തല പൊക്കിയത്. എനിക്കാണെങ്കിൽ നടുവേദനോട് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാ. ഞാൻ ആരോട് പറയാൻ? അവൾ എന്നെ ഇട്ടേച്ച് നേരത്തെ പോയില്ലേ. പിന്നെ ഉള്ളത് നിങ്ങളാ. അച്ഛൻ മരുന്ന് വാങ്ങാൻ പിന്നെ ആശുപത്രി പോയായിരുന്നോ? അവിടെ ആകെ ബുദ്ധിമുട്ടില്ല. എപ്പോഴും മരുന്നിനും മന്ത്രത്തിനെന്നും പറഞ്ഞ് എങ്ങനെയാ അവരോട് കൈ നീട്ടുന്നത്? എനിക്കൊന്ന് ആശുപത്രിയിൽ പോയാൽ കൊള്ളാമായിരുന്നു. എന്റെ കയ്യിൽ ചില്ലി കാശില്ല. ഞാൻ ശമ്പളം പോലും ഇല്ലാതെ 6 മാസമായിട്ട് ഇവിടെ ഇരിക്കുകയാണെന്ന് അച്ഛനറിയാമല്ലോ. കടം വാങ്ങാവുന്നിടത്തുനിന്നെല്ലാം ഞാൻ കടം വാങ്ങിച്ചു കഴിഞ്ഞു. അടുക്കളയിലാണെങ്കിൽ ഒരു സാധനവും ഇല്ല. എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയാൻ? ഇന്ന് ഉച്ചയ്ക്ക് അരി വെക്കണമെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും പോയി തെണ്ടിയിട്ട് വേണം വെക്കാൻ. മോനെ, എല്ലാം ശരിയാവും. ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു അച്ഛനെ അറിയില്ലായിരുന്നടാ. വിഷമിക്കണ്ട. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മുകളിൽ ഇരിക്കുന്നു. മോനെ, അപ്പോ മോളെ, അച്ഛൻ ഇറങ്ങുക. നിങ്ങളുടെ അച്ഛൻ എന്തിനാ വന്നത്? ചോദിച്ചു കേട്ടില്ലേ? എന്തിനാ വന്നതെന്ന് ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ വന്നതെന്ന്. മരുന്ന് മേടിക്കാൻ കാശിന് വന്നാ രണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. അതെ, എപ്പോഴെപ്പോഴും കൊടുത്താലേ അതൊരു ശീലമാവും. പിന്നെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. നല്ല കാര്യമുള്ള കാര്യമാണ്. സ്വന്തം തന്തയ്ക്ക് ഒരു നേരത്തെ മരുന്നിന് പോലും പൈസ കൊടുക്കാതെ വിട്ടത് ശരിയാണോ? നിങ്ങളും പ്രായമായ വരുന്നത്. ഇത് കണ്ടാ മക്കൾ വളരുന്നത്. ഒരിക്കലും ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്. ആ മനസ്സ് എന്തോരം വേദനിച്ചിട്ടാ ഇവിടെ നിന്ന് അറിയിപ്പോ നിങ്ങൾക്ക് അറിയാമോ? പണിയോ? ഈ ശാപം നിങ്ങൾ എവിടെ കൊണ്ട വെക്കും? അച്ഛനൊന്നും മനസ്സൊരുക്കി ശപിച്ചാലേ നിങ്ങൾ ഭസ്മമായി പോവും. ഈ വീടും നിങ്ങളുടെ ജോലിയൊക്കെ ആ പാവം മനുഷ്യൻ വാങ്ങി തന്നതാ. അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് മതി ആഘോഷങ്ങളൊക്കെ. ഓ പിന്നെ ഇല്ലെങ്കിലോ? എല്ലാം കൂടി എടുത്ത് ഞാൻ വലിച്ചറിയും, പറഞ്ഞേക്കാം. അച്ഛമ്മനടി. അയ്യോ,
കൊച്ചെഴുന്നേറ്റോ? ഇല്ല അച്ഛാ. ഇത് ഇടിയപ്പം മുട്ടക്കറിയാ. കൊച്ചിനെ വിളിച്ചപ്പോ കൊച്ചിനും കൊടുക്ക്, നിങ്ങളും കഴിയും. ശരി അച്ഛാ. കാശില്ലാത്ത സമയത്ത് എന്തിനാച്ചാ ഇതൊക്കെ വാങ്ങിയേ? മോളെ, കാശ് വരും പോകും. ഇത് ഞാൻ ആ വാസുവിന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. മോളെ, ഇതുകൊണ്ട് അകത്ത് വെക്കേ. ഇതൊക്കെ എന്തിനാച്ചാ? വാ അച്ഛാ, ചായ കുടിക്കാം. വേണ്ട മക്കളെ, ഞാനിപ്പോ കഴിച്ചതേ ഉള്ളൂ. നിങ്ങൾ വിശന്നിരിക്കണ്ട, നിങ്ങൾ കഴിക്കേ. എന്താണ് നിനക്ക് എന്ത് പറ്റി? നീ എന്താ വിഷമിച്ചിരിക്കണത്? ഞാൻ എന്താ അച്ഛനോട് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛൻ ഇനി എങ്ങും പോകണ്ട. അച്ഛൻ എൻ്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കി. എനിക്കതാ ഇഷ്ടം. എന്താടാ മക്കളെ ഇത്? നിന്റെ ജോലി ഒന്ന് ശരിയാകട്ടെ, ഞാൻ വന്ന് നിൽക്കാം. അച്ഛന് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന് വെള്ളം ചൂടാക്കി കുളിക്കണം.